ലെങ്ത് ഓഫ് പ്ലെയിൻ കർവ്സ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. അടുത്ത സെക്ഷനാണ്. ഇഫ് ദി ഇക്വേഷൻ ഓഫ് ദി കർവ് ഈസ് ഗിവൺ ഇൻ ദി പോളാർ ഫോം ഓഫ് r is equal to f of theta and theta 1 and theta 2 are the values of the vectorial angles of the points a and b on the curve, then the length of the arc AB is given by s is equal to integral theta 1 to theta 2 root of r square plus dr by d theta the whole square d theta. An alternative method is s is equal to integral r1 to r2 root of 1 plus r into dr d theta by dr the whole square dr. അപ്പോൾ നമുക്ക് പോളാർ ഫോമിൽ തരികയാണ്. r is equal to f of theta ഫോമിൽ ഒരു കർവിൻ്റെ ഇക്വേഷൻ തരുന്നു. ഈ കർവിൻ്റെ ഒരു പോയിൻ്റിൽ നിന്ന് മറ്റൊരു പോയിൻ്റ് വരെയുള്ള ആർക്ക് ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പോയിൻറ്റിൻ്റെ അവിടുത്തെ ആംഗിളാണ് തീറ്റ 1, അടുത്തതിൻ്റെ ആംഗിൾ തീറ്റ 2. അങ്ങനെയാണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ 10, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി കാർഡിയോയിഡ് r is equal to a into 1 minus cos theta. Okay, then question, the curve is symmetrical about the initial line since the change of theta by minus theta does not alter the given equation. അപ്പോൾ കാർഡിയോയിഡിൻ്റെ ഷേപ്പ് തന്നിട്ടുണ്ട്, ഹാർട്ട് ഷേപ്പാണ്. അത് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇനിഷ്യൽ ലൈൻ അറിയാമല്ലോ, നമ്മുടെ പോളാർ കോർഡിനേറ്റ്സ് വരുന്ന ഇനിഷ്യൽ ലൈൻ. ആ ഇനിഷ്യൽ ലൈനിൽ നിന്നല്ലേ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഇനിഷ്യൽ ലൈനിൽ നിന്നാണ്. ഇനി ഇവിടെ കോസ് തീറ്റയ്ക്ക് അതിൽ തീറ്റ കൊടുത്താലും മൈനസ് തീറ്റ കൊടുത്താലും കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ചേഞ്ചും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഇനിഷ്യൽ ലൈനിൽ നിന്ന് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവും, ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ മൈനസും നെഗറ്റീവും ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരുപോലെയാണെന്ന്, ഈ എങ്ങനെ പോയാലും ഈ കർവിൽ ഒരുപോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമെട്രിക് അബൌട്ട് ദി ഇനിഷ്യൽ ആക്സിസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കാർഡിയോയിഡിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. ഹെൻസ് ദ പെരിമീറ്റർ ഓഫ് ദ ഗിവൻ കർവ് ഈസ് ട്വൈസ് ദ ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദി കർവ് ലൈങ് എബോവ് ദി ഇനിഷ്യൽ ലൈൻ. അപ്പം ഇനിഷ്യൽ ലൈന് മുകളിലുള്ള ലെങ്ത്ത്, പെരിമീറ്ററിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ച് ഡബിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ളത് കിട്ടും. നോട്ട് ദാറ്റ് എബോവ് ദ ഇനിഷ്യൽ ലൈൻ ദ ആർക്ക് വേരീസ് ഫ്രം തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു പൈ. അപ്പം മുമ്പുള്ള പ്രോബ്ലംസിൽ നമ്മൾ കാർഡിയോയിഡിൻ്റെ വരച്ചത് എടുത്ത് റെഫർ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ പോളാർ കോർഡിനേറ്റ്സ് പഠിപ്പിച്ചത് എടുത്ത് റെഫർ ചെയ്ത് ഇനിഷ്യൽ ലൈനൊക്കെ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇനിഷ്യൽ ലൈന് പിന്നെ കാർഡിയോയിഡിൻ്റെ ഇനിഷ്യൽ ലൈന് മുകളിലുള്ള പോർഷനിൽ തീറ്റ 0 മുതൽ തീറ്റ പൈ വരെയുള്ള ഇതാണ് വേരി ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്നത് 0 മുതൽ പൈ വരെയാണ് വേരി ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഹെൻസ് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്തൊക്കെയാണ്? തീറ്റ 0യും തീറ്റ പൈയുമാണ്. ഹെൻസ് ദ റിക്വയർഡ് പെരിമീറ്റർ ഇസ് ഗിവൺ ബൈ എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 times integral theta 1 to theta 2 root of r square plus dr by d theta the whole square d theta equal to 2 times integral 0 to pi root of r-ൻ്റെ ഇക്വേഷൻ r is equal to a into 1 minus cos theta അത് കൊടുക്കുന്നു, പ്ലസ് dr by d theta നമ്മൾ കണ്ടുപിടിക്കണം. r equal to a into 1 minus cos theta എന്ന് dr by d theta കണ്ടുപിടിക്കുമ്പോൾ a sin theta എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സ്ക്വയർ എടുക്കുന്നു, ഈക്വൽ ടു 2 into integral 0 to pi root of സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തത്തിൽ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പാണിത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഉള്ളിൽ എന്ത് വരും? 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പം ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു a സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് a സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നൊരു ടേം അവിടെ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് a സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ a സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നതൊരു 2 മൈനസ് 2 കോസ് തീറ്റ എന്നുള്ളത് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു a സ്ക്വയർ കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കൊരു a സ്ക്വയർ കിട്ടും. നേരത്തെ പറഞ്ഞ കോസ് സ്ക്വയറിൻ്റെയും സൈൻ സ്ക്വയറിൻ്റെയും കൂടെയുള്ള a സ്ക്വയർ കൂടെ ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ നമുക്ക് 2a സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 2a സ്ക്വയർ മൈനസ് 2a സ്ക്വയർ കോസ് തീറ്റ എന്ന് കിട്ടും. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ.
ഇൻറ്റു ഡി തീറ്റ എന്ന് കിട്ടും. ഈക്വൽ ടു 2 ടൈംസ് ഇൻറ്റഗ്രൽ 0 to പൈ ഉണ്ടേ അവൾ അത് എഴുതിയേക്കണം. അത് ഇതിന് ഫോട്ടോ എടുത്തപ്പോൾ അത് പോയതാണ്. √2a² ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയ്ക്ക് ഉള്ള ഫോർമുല 2 sin square തീറ്റ ബൈ 2 പുറത്ത് ഡി തീറ്റ ഈക്വൽ ടു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to പൈ. ഇനി ഉള്ളിൽ 2 2 ഉണ്ട്, അപ്പോൾ പുറത്ത് ഒരു 2 വരും. a² ഉണ്ട്, പുറത്തൊരു a വരും. sin square തീറ്റ ബൈ 2 sin തീറ്റ ബൈ 2 ആവും. ഡി തീറ്റ ഈക്വൽ ടു 4a ഇൻറ്റു sin തീറ്റ ബൈ 2യുടെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ 1/2 0 to പൈ ഈക്വൽ ടു 8a. 8a ഇൻറ്റു 0 കോസ് 0 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് അല്ലേ, അപ്പോൾ കോസ് പൈ ബൈ 2 എന്ന് പറയുന്നത് 0 കിട്ടും. 0 മൈനസ് പിന്നെ ഒരു മൈനസ് അതിൻ്റെ കൂടെ ഉണ്ടതാണത് മൈനസ് കോസ് 0 എന്ന് പറയുന്നത് 1 മൈനസ് 1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 8 എന്ന് പറയുന്നത് കിട്ടും. ഇൻ ആൻ ഇക്വി ആംഗുലർ സ്പൈറൽ r ഈക്വൽ ടു a ഇൻറ്റു e റേസ് ടു തീറ്റ ഇൻറ്റു കോട്ട് ആൽഫ പ്രൂവ് ദാറ്റ് തീറ്റ ഇൻറ്റു കോട്ട് ആൽഫ ഈക്വൽ ടു ലോഗ് എസ് ബൈ എ കോസ് ആൽഫ പ്ലസ് 1 where s is the length of the arc measured from theta equal to 0 to any arbitrary point. ഒരു ഇക്വി ആംഗുലർ സ്പൈറൽ അതിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. r is equal to a ഇൻറ്റു e റേസ് ടു തീറ്റ കോട്ട് ആൽഫ പ്രൂവ് ദാറ്റ് തീറ്റ ഇൻറ്റു കോട്ട് ആൽഫ ഈക്വൽ ടു ആ എക്സ്പ്രഷൻ നമുക്ക് പ്രൂവ് ചെയ്യണം. എസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി ആർക്ക് മെഷേർഡ് ഫ്രം തീറ്റ ഈക്വൽ ടു 0 മുതൽ ഏതൊരു ആർബിട്രറി പോയിൻറ്റും അത് പറഞ്ഞിട്ടില്ല ഇവിടെ വരെയാണ്. നമുക്ക് ഇതിൻ്റെ ഷേപ്പ് അറിഞ്ഞില്ലെങ്കിലും അത് ചെയ്യാൻ സാധിക്കും. ഡിഫറൻഷിയേറ്റിംഗ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വി ഒബ്റ്റെയിൻ. ഇപ്പോൾ ഗിവൺ ഇക്വേഷൻ r ഈക്വൽ ടു a ഇൻറ്റു e റേസ് ടു തീറ്റ കോട്ട് ആൽഫയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dr ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു a ഇൻറ്റു e റേസ് ടു തീറ്റ കോട്ട് ആൽഫ ഇൻറ്റു പിന്നെ തന്നെ തീറ്റ കോട്ട് ആൽഫിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ചെയ്യുമ്പോൾ കോട്ട് ആൽഫ എന്ന് കിട്ടും ചെയിൻ റൂൾ വെച്ചിട്ട്. പിന്നെ എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ 0 മുതൽ ഏതൊരു ആർബിട്രറി പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ തീറ്റ അതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല, അപ്പോൾ തീറ്റ എന്ന് എടുക്കാം. 0 to തീറ്റ റൂട്ട് ഓഫ് ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to തീറ്റ പുറത്തേക്ക് നമ്മൾ a e റേസ് ടു തീറ്റ കോട്ട് ആൽഫ എന്നുള്ളത് അല്ല a² e റേസ് ടു 2 തീറ്റ കോട്ട് ആൽഫ പുറത്ത് എടുക്കുമ്പോൾ a e റേസ് ടു തീറ്റ കോട്ട് ആൽഫ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ ആൽഫ ഡി തീറ്റ എന്ന് കിട്ടും ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ ആൽഫയാണ്. അത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ പുറത്ത് കൊസീക് ആൽഫ എന്ന് കിട്ടും. അപ്പോൾ a ഇൻറ്റു കൊസീക് ആൽഫ ഇൻറ്റഗ്രൽ 0 to തീറ്റ e റേസ് ടു തീറ്റ കോട്ട് ആൽഫ ഡി തീറ്റ ഈക്വൽ ടു a ഇൻറ്റു കോസീക് ആൽഫ ഇൻറ്റു e റേസ് ടു തീറ്റ കോട്ട് ആൽഫയുടെ ഇൻറ്റഗ്രൽ എന്താ e റേസ് ടു തീറ്റ കോട്ട് ആൽഫ ഡിവൈഡഡ് ബൈ കോട്ട് ആൽഫ ഇൻ ലിമിറ്റ് 0 to തീറ്റ കൊടുത്തു ഈക്വൽ ടു a ഇൻറ്റു കൊസീക് ആൽഫ. അപ്പർ ലിമിറ്റ് കൊടുത്താൽ e റേസ് ടു തീറ്റ കോട്ട് ആൽഫ ഡിവൈഡഡ് ബൈ കോട്ട് ആൽഫ എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ e റേസ് ടു 0 1 കിട്ടും. അപ്പോൾ 1 ബൈ കോട്ട് ആൽഫ എന്ന് കിട്ടും. ഇപ്പോൾ രണ്ടുകൂടെ നമ്മൾ ഡിനോമിനേറ്റർ ഒരുമിച്ച് എഴുതിയേക്കും e റേസ് ടു തീറ്റ കോട്ട് ആൽഫ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ആൽഫ ഈക്വൽ ടു a കൊസീക് ആൽഫ എന്നുള്ളത് a ബൈ കൊസീക് ആൽഫ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ ആൽഫയാണ്. അതേപോലെ കോട്ട് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോസ് ആൽഫ ബൈ സൈൻ ആൽഫ എന്നാണ്. 1 ബൈ കോട്ട് ആൽഫയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ബൈ കോട്ട് ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫയാണല്ലോ. അപ്പോൾ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് വരും. കൊസീക് ആൽഫ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ ആൽഫയാണ്. അപ്പോൾ സൈനും സൈനോടെ ക്യാൻസൽ ചെയ്ത് പിന്നെ ബാക്കിയുള്ള കോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്നത് അതേപോലെ എഴുതി വെക്കുക. ഞാൻ അതിനകത്ത് എഴുതിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് അതേപോലെ എഴുതി വെക്കുക. എന്നിട്ട് പറയുന്നത് ചെയ്യാഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് ദയവ് ചെയ്ത് പറയരുത്. പറയുന്നതൊന്ന് അതേപോലെ ചെയ്യുക. ഈക്വൽ ടു a ബൈ കോസ് ആൽഫ ഇൻറ്റു e റേസ് ടു തീറ്റ കോട്ട് ആൽഫ മൈനസ് 1. ദെയർഫോർ e റേസ് ടു തീറ്റ കോട്ട് ആൽഫ ഈക്വൽ ടു ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ എസ് ഉണ്ട്. എന്താ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ എസ് ഉണ്ട്. അപ്പോൾ എസ് റൈറ്റ് സൈഡിൽ എ ഉണ്ട്. എസ് ബൈ എ അപ്പുറത്ത് പോകുന്നു.
അതേപോലെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസ്റ്റ് തീറ്റ കോട്ടാൽഫ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഇറേസ്റ്റ് തീറ്റ കോട്ടാൽഫ ഒഴികെ ബാക്കിയെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് റൈറ്റിൽ കിടക്കുന്നതിന് ലെഫ്റ്റ് കിടക്കുന്നതിന് റൈറ്റും ആക്കി. അപ്പോൾ ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ കോട്ടാൽഫ = ലോഗ് S/A cos α + 1 എന്ന് കിട്ടും. ഏരിയാസ് ഓഫ് സർഫസസ് ഓഫ് റെവല്യൂഷൻ. If a plane curve revolves about an axis lying in its own plane, then its perimeter generates a surface of revolution. അപ്പോൾ ഒരു പ്ലെയിൻ കർവ് ഉണ്ട് നമുക്ക്. അതിൻ്റെ അതേ പ്ലെയിനിൽ കിടക്കുന്ന ഒരു ആക്സിസ് ഉണ്ട്, വരയ്ക്കുന്ന ഒരു വര, അല്ലെങ്കിൽ വര എന്ന് വിചാരിക്കുക, ഒരു കർവ്, ഒരു വര, അങ്ങനെ തന്നെ വിചാരിക്കുക. എന്നിട്ട് നമ്മുടെ ഈ കർവ് ഈ പറഞ്ഞ ആക്സിസിനെ വലം വെക്കുക അല്ലെ ഇടം വെക്കുക അല്ലെ അതിനെ ചുറ്റും കറങ്ങുകയാണ്, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, റെവല്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സർഫസ് ജനറേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ സർഫസ് ഉണ്ടാവുന്നു എന്നല്ല. ഇപ്പം നമ്മുടെ ഫാൻ ഇത് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് 3 ലീഫുള്ള ഒരു സാധനം അല്ലെ 4 ലീഫുള്ള സാധനമായിട്ട് കാണും. അതിനെ നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു പോയിൻറ്റിനെ പോയിൻറ്റിനെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. സെൻറ്ററുണ്ട്, ആ സെൻറ്ററിന് ചുറ്റും ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ഡിസ്ക് പോലെ തോന്നത്തില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ എ സ്ഫിയർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ revolution of a semicircle about one of its diameter, and a cylinder is obtained by the revolution of a straight line about another parallel line. അപ്പം നമുക്ക് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഡയമീറ്ററിന് ചുറ്റിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. നിങ്ങൾ സെമി സർക്കിൾ വരച്ച് നോക്കുക. സെമി സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. സെമി സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഒരു ഡയമീറ്റർ കൂടെ ചേർത്താണല്ലോ വരയ്ക്കുന്നത്. ആ ഡയമീറ്ററിനെ ചുറ്റിക്കൊണ്ട് നമ്മുടെ ഈ സെമി സർക്കിൾ കറങ്ങുന്നതായിട്ട് സങ്കല്പിച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു സ്ഫിയർ കിട്ടും. ഇനി 2 പാരലൽ ലൈൻസ് വരച്ചിട്ട് ഒരു ലൈൻ മറ്റൊരു ലൈനെ ചുറ്റിക്കൊണ്ട് കറങ്ങുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സിലിണ്ടർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, കൺസിഡർ ദി സർഫസ് ഒബ്റ്റൈൻഡ് ബൈ revolving about the x-axis the portion of the arc of the curve y = f of x that is intercepted between the points whose x coordinates are a and b. Then its surface area is given by capital A is equal to 2 pi integral a to b root of 1 plus dy by dx the whole square dx. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സർഫസിനെയാണ് സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു കർവ് ഒരു ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പേസിൽ ഒരു സർഫസ് ജനറേറ്റ് ചെയ്യുന്ന പോലെ തോന്നും നമുക്ക്. ആ ഉണ്ടാകുന്ന സർഫസിൻ്റെ സർഫസ് ഏരിയ തന്നെ നമ്മൾ ഉണ്ടാകുന്ന സർഫസിനെ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്നും അതിൻ്റെ ഏരിയ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് y = f of x എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. അതിൻ്റെ x = a മുതൽ x = b വരെയുള്ള പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ആ കർവിൻ്റെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിന് ചുറ്റും ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ് ആക്സിനെ ആക്സിസ് ആക്കിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സർഫസിൻ്റെ സർഫസ് ഏരിയയാണ് ക്യാപിറ്റൽ A = 2 pi integral a to b root of 1 plus dy by dx the whole square into dx equal to 2 pi integral a to b f of x into root of 1 plus f dash x the whole square dx. രണ്ട് ഫോർമുലേസ് ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾ 1, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എബൌട്ട് ദി എക്സ് ആക്സിസ് ദി ആർക്ക് ഓഫ് ദി പരാബോള y square = 4ax ഫ്രം 0, 0 to the point where x = a. ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എബൌട്ട് ദി എക്സ് ആക്സിസ്. അപ്പോൾ ആർക്ക് ഓഫ് ദി പരാബോള, ഇവിടുത്തെ കർവ് എന്ന് പറയുന്ന ആർക്ക് ഓഫ് ദി പരാബോളയാണ്. അതേ നമ്മൾ എക്സ് ആക്സിസിൽ ആക്സിസ് ആക്കിയിട്ട് എടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന സർഫസ് എങ്ങനെ ഇരിക്കും? ഉണ്ടാകുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ചിരട്ട പോലിരിക്കും. മനസ്സിലായോ? പരാബോളോയിഡ് എന്നാണ് അതിനെ പറയുന്നത്. ചിരട്ട പോലത്തെ സാധനമായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതിൻ്റെ 0 to the point where x = a. ലിമിറ്റുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. y square = 4x ആണ് തന്നിരിക്കുന്നത്. ആൻഡ് x വേരീസ് ഫ്രം 0 to a.
ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. 2a ഇൻറ്റു dy ബൈ dx ഇസ് ഈക്വൽ ടു 4a ഓർ dy ബൈ dx ഇസ് ഈക്വൽ ടു 2a ബൈ y ഈക്വൽ ടു 2a by 2 root ax equal to root a by root x. Therefore, required surface area capital A എങ്ങനെ കിട്ടും? Capital A is equal to 2 pi integral 0 to a. ഇക്വേഷൻ നമ്മുടെ ഗിവൺ ഇക്വേഷൻ ആണ്. നമുക്ക് ഫോർമുലയാണ് y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 2 pi integral 0 to a. y എന്ന് പറയുന്നത് എന്താ? y സ്ക്വയർ 4x ആണെങ്കിൽ y എന്ന് പറയുന്നത് 2 റൂട്ട് എ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 pi integral 0 to a 2 root x root of x plus a divided by dx equal to 4 pi root a integral 0 to a. റൂട്ട് എയുടെ കൂടെ ഒരു റൂട്ട് എക്സ് കൂടെ ഉണ്ടല്ലോ. റൂട്ട് ഓഫ് എ എക്സ് എന്നല്ല, അതിനകത്തിൽ റൂട്ട് എ പുറത്തെടുത്തു. 2 റൂട്ട് എക്സ് അവിടെ ഉണ്ട്. ആ റൂട്ട് എക്സും താഴെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എ ബൈ എക്സിൻ്റെ താഴെയുള്ള അതുകൂടെ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഈക്വൽ ടു 4 pi റൂട്ട് എ എക്സ് പ്ലസ് എ ദ ഹോൾ റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 0 to a. ഡിനോമിനേറ്ററിലുള്ള 2/3 മേളിൽ വരുമ്പം 8 pi റൂട്ട് എ ബൈ 3 ഇൻറ്റു എക്സിന് എ കൊടുത്ത് 2a ദ ഹോൾ റേസ് ടു 3/2 മൈനസ് എ റേസ് ടു 3/2 ഈക്വൽ ടു 8 pi ബൈ 3 റൂട്ട് എ എന്ന് പറയുന്ന അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 റേസ് ടു 3/2 ഇൻറ്റു എ റേസ് ടു 3/2 റൂട്ട് എയും കൂടെ ചേരുമ്പോൾ എ സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 8 pi എ സ്ക്വയർ കോമൺ എടുക്കുന്നു. 8 pi എ സ്ക്വയർ ബൈ 3 ഇൻറ്റു 2 റൂട്ട് 2 മൈനസ് 1. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദി ആർക്ക് ഓഫ് ദി കാറ്റനറി y ഈക്വൽ ടു c cos h x by c from x equal to 0 to x equal to c about the x-axis. Area of the surface generated by arc of the ആർക്ക് തന്നിട്ടുണ്ട്. എക്സ് എവിടം തൊട്ട് എവിടം വരെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി എക്സ് ആദ്യം കണ്ടുപിടിക്കാം. സി സൈൻ എച്ച് എക്സ് ബൈ സി ഇൻറ്റു 1 ബൈ സി ഇക്വൽ സൈൻ എച്ച് എക്സ് ബൈ സി എന്ന് കിട്ടും. എസ് റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A is equal to 2 pi integral 0 to c y into root of 1 plus d by dx the whole square dx equal to 2 pi into integral 0 to c y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c cos h x by c root of 1 plus sin h square x by c dx equal to 2 pi c cos root of 1 plus sin h square x by c എന്ന് പറഞ്ഞാൽ cos h x by c ആണ്. അതും പുറത്തുള്ള cos h കൂടെ ചേരുമ്പോൾ cos h square x by c dx എന്ന് കിട്ടും. ഈക്വൽ ടു 2 pi c integral 0 to c cos h x സൈഡ് എഴുതിയിരിക്കുന്നത് കണ്ടോ, e raised to x by c plus e raised to minus x by c divided by 2 ആണ് cos h എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് e raised to 2x by c plus e raised to minus 2x by c പ്ലസ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഹോൾ ഡിവൈഡ് ബൈ 4 dx എന്ന് കിട്ടും. ഈക്വൽ ടു pi c by 2. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്തു. ബാക്കി എക്സ്പോണൻഷ്യലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ലിമിറ്റ് കൊടുക്കാനും അറിയാമല്ലോ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് അബൌട്ട് ദി എക്സ് ആക്സിസ് ദ പോർഷൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻസ് ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ആ ഫിഗറിൽ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രൻ്റ് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എക്സ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പിയർ കിട്ടും. അതിൻ്റെ സർഫസ് ഏരിയ വേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് ഗിവൺ ഇക്വേഷനെ മൊത്തത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x plus 2y dy by dx is equal to 0. അതിനകത്ത് നിന്ന് dy by dx കണ്ടുപിടിക്കുന്നു. ഇൻ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രൻസ് ഓഫ് ദി പോർഷൻ ഓഫ് ദി സർക്കിൾ എക്സ് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യും? -a മുതൽ a വരെ. റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A is equal to 2 pi integral -a to a y into root of 1 plus dy by dx the whole square dx equal to 2 pi integral -a to a y into root of 1 plus dy by dx കണ്ടുപിടിച്ചിട്ടുണ്ട്. x square by y square dx equal to 2 pi integral -a to a y into root of x square plus LCM എടുത്താൽ x square plus y square by y square into dx equal to 2 pi integral -a to a y ക്യാൻസൽ ചെയ്യുന്നു. പിന്നുള്ളത് x square plus y square എന്ന് പറഞ്ഞാൽ a square ആണ്. ഈക്വൽ ടു 2 pi a integral -a to a dx ഈക്വൽ ടു 2 pi a x കിട്ടും. ലിമിറ്റ് കൊടുക്കുമ്പോൾ -a to a. ആൻസർ 4 pi a square. Find the area of the surface generated by revolving the curve y equal to
2 root x, 1 does not equal to x does not equal to 2 about the x-axis. Required surface area capital S is equal to 2 pi integral a to b y into root of 1 plus d by dx the whole square dx. Here a is equal to 1, b is equal to 2, y is equal to 2 root x, d by dx is equal to 2 by 2 root x. അത്രയും എഴുതുന്നു. ഇനി ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുന്നു. എസ് ഇസ് ഇക്വൽ ടു 2 പൈ ഇൻ്റഗ്രൽ 1 to 2 y 2 root x ആണ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ 1 ബൈ റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 2 പൈ ഇൻ്റഗ്രൽ 1 to 2 root x റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 പൈ ഇൻ്റഗ്രൽ 1 to 2 root x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ്. റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 2 പൈ ഇൻ്റഗ്രൽ 1 to 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഡി എക്സ് ഈക്വൽ ടു 4 പൈ ഇൻ്റഗ്രൽ 1 to 2 എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഡി എക്സ് ഈക്വൽ ടു 4 പൈ x plus 1 the whole is 3 by 2 by 3 by 2 1 to 2 equal to 8 pi by 3. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 3 root 3 minus 2 root 2.